കട്ടപ്പനയിൽ നിന്നും അഞ്ചുരുളിയിലേക്കുള്ള യാത്രയിൽ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. മോൻ്റെ പേരെന്താ? പേര് രാഹുൽ. അടിപൊളി ചായ ഉണ്ട്. രാഹുലിൻ്റെ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഇതുപോലെയുള്ള ചെറിയ കടക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഗിരീഷ് വേണ്ടല വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലെ കാഴ്ചകളാണ് കേട്ടോ. കട്ടപ്പനയിൽ നിന്നും 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ അഞ്ചുരുളിയിലേക്ക് എത്താനായിട്ട്. ഇരട്ടയാർ ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കുന്ന ടണലാണ് ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിൽ അറിയപ്പെടുന്ന ഗുഹാമുഖങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി. 5 കുന്നുകൾ കമഴ്ത്തി വെച്ചതുപോലെ, അതായത് 5 ഉരുളി പോലെ തോന്നുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഡാം എന്ന് പറയുന്ന സമയത്ത് ഈ 5 മലകളും കാണാതെ ആകും. അപ്പോൾ ഡാമിൽ പൂർണ്ണമായും വെള്ളം നിറയുമ്പോഴേക്കും ടണലിൻ്റെ മുഖത്തോളം വരെ വെള്ളം കയറുന്ന ആ സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണിത്. 5 കിലോമീറ്റർ ടണൽ കൂടിയാണ് ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള ജലം ഇടുക്കി ജലസംഭരണിയിലെത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2430 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇവിടെയുള്ള ഗുഹാമുഖവും വെള്ളച്ചാട്ടവുമാണ് ഏറെ ആകർഷണം. ഏകദേശം 6 വർഷത്തോളം എടുത്ത് ഈ ടണൽ നിർമ്മിക്കാനായിട്ട്. കോലഞ്ചേരിയിലുള്ള പൈലിച്ചേട്ടനാണ് ഈ ടണലിൻ്റെ ജോലി ഏറ്റെടുത്തിരുന്നത്. അഞ്ചുരുളിയിൽ നിന്നും ഇരട്ടയാറിൽ നിന്നും ഒരേ സമയം പണി നടത്തിയായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കിയത്. ആ നിർമ്മാണ സമയത്ത് തന്നെ 22 പേരോളം മരിച്ചു എന്നൊക്കെയാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000 അടി മുകളിൽ ഉയരമുണ്ട് ഈ മലയ്ക്കെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഏതാണ്ട് അഞ്ചുരുളിയിലേക്ക് എത്തിയിരിക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡുകളിലായിട്ടും ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. സ്നാക്സും ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ആയിട്ട് എല്ലാ ഐറ്റംസും കിട്ടുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്രദേശം കണ്ട, അപ്പോൾ ഈ പ്രദേശത്തേക്ക് നമ്മൾ മഴ സമയത്ത്, നല്ല മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വണ്ടി ഇറക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വരെ വെള്ളം നിറഞ്ഞു നിൽക്കും നല്ല മഴയുള്ള സമയത്ത്. ഇപ്പോൾ മഴ കുറവാണ്, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രദേശത്തു കൂടി നമ്മുടെ വണ്ടി ഇറക്കി ആ ഡാമിൻ്റെ വെള്ളം കയറുന്ന അവിടം വരെ നമുക്ക് അത്യാവശ്യം വണ്ടി ഇറക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് ഞങ്ങളുടെ വണ്ടി ചെറിയ ഗട്ടറാണെന്നൊക്കെ ഉള്ളൂ, ഗട്ടർ റോഡിലൂടെ ഇറക്കി ആ ഡാമിൻ്റെ ആ വൃഷ്ടി പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാണ്ട ഈ അഞ്ചുരുളി ടണലിലൂടെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം വന്ന് വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ മനോഹര കാഴ്ചകൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഞ്ചുരുളി കമഴ്ത്തി വെച്ചേക്കെന്ന് പറഞ്ഞ പോലെ ഓരോ 5 ദ്വീപുകളായിട്ട് ഓരോ ഡാമിൻ്റെ നടുക്ക് വശത്തായിട്ട് ഓരോ മലകൾ കാണാം. ഇത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ മലകളൊന്നും കാണില്ല, ഫുൾ വെള്ളമായിരിക്കും. ഇത് കണ്ട ഓരോ ഉരുളി കമഴ്ത്തി വെച്ചേക്കണ പോലെ ഓരോ ഏരിയയിൽ. അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ചുരുളിയിൽ നിന്ന് വെള്ളം വന്ന് വീണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലെ പ്രദേശത്തേക്ക് നടന്നിട്ട് അപ്പോൾ ആ ടണലിലൂടെ വെള്ളം വന്ന് പതിക്കുന്ന കാഴ്ചകളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ അഞ്ചുരുളി ടണലിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മൾ നല്ല ഏത് വിനോദസഞ്ചാരികൾ എത്തിയാലും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ KSEBയുടെ ബോർഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ അഞ്ചുരുളി ടണൽ കണ്ട് ആസ്വദിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഈ മുന്നറിയിപ്പ് ബോർഡിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം പാലിക്കണം. അഞ്ചുരുളിയിൽ ഇപ്പോൾ നല്ലോണം വെള്ളമുണ്ട്. ആ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പോൾ വരുന്നവർ ആരാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ആവേശം കാണിച്ച് അതിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോകുന്നത് നല്ല ഒഴുക്കാണ്. ഇതല്ല ഇതിനേക്കാൾ തിരിച്ച് കാണിച്ചില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഭയങ്കര ഒഴുക്കാണ്. ഒഴുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ താഴേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇറങ്ങാതെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൊക്കെ പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് വേണം അഞ്ചുരുളി വന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അഞ്ചുരുളിയിലെ എല്ലാ കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ അഞ്ചുരുളിയുടെ വെള്ളം ഒഴുകി ഡാമിലേക്ക് എത്തുന്ന ഭാഗത്താണ് തോന്നുന്നത്. അതുപോലെ തന്നെ മെയിൻ റൂട്ടിൽ നിന്ന് അപ്പുറത്തെ സൈഡ് പോയി കഴിഞ്ഞാൽ വെള്ളം എല്ലാവരും കൂടുതലും ടൂറിസ്റ്റുകളൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണത് അപ്പുറത്താണ്. ആ വെള്ളം വരുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അഞ്ചുരുളി വരുന്നവർ സേഫായിട്ട് വേണം ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ മഴയില്ലായിരുന്നു, ഈ വെള്ളമില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഗുഹയിലൊക്കെ പോയി അതിൻ്റെ അടുത്തൊക്കെ നിന്ന് അതിൻ്റെ അകത്തേക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കംപ്ലീറ്റ് പോകാൻ പറ്റില്ല. ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട് ആ തുരങ്കത്തിൽ. ഞാൻ അഞ്ചുരുളി ടണൽ അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ അഞ്ചുരുളിയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തോട്ടെ. അപ്പോൾ വരുന്നവരെല്ലാവരും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാക്കിയിട്ട് വേണം വെള്ളത്തിലേക്കൊന്നും അധികം ഇറങ്ങാതെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കണേ. മഴ സമയത്തെത്തുന്ന സഞ്ചാരികൾ ഉറപ്പ്
ഉറപ്പായിട്ടും കുട്ടികളെയൊന്നും ഈ വെള്ളത്തിലേക്കൊന്നും ഇറക്കരുത്. ഒരുപാട് ആളുകൾ വന്നിട്ട് കുട്ടികളെയൊക്കെ വെള്ളത്തിൽ കാലിങ്ങനെ മുക്കാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടി കൈ പിടിച്ച് നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ഈ അഞ്ചുരുളി പ്രദേശത്ത് എന്താ പറയണ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇനിയൊരു മരണമില്ലാതെ നമുക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിച്ച് നല്ല സേഫായിട്ട് തന്നെ വേണം എല്ലാവരും വന്ന് ഈ ഗുഹാമുഖമൊക്കെ കണ്ട് സന്തോഷിച്ച് വേണം പോകാനായിട്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ തന്നെ തയ്യാറാവണം. ഇപ്പോൾ വരുന്ന സഞ്ചാരികൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. കണ്ട വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉണ്ട്, അപ്പോൾ ഒരു രക്ഷയില്ല. അതായത് ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഴ കനത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്ഥിതി ഒന്ന് ആലോചിക്കാൻ വയ്യ. അതായത് ഈ ഭാഗം വരെ ഡാം നിറയും. അതായത് ഈ മുകൾ ഭാഗത്ത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഈ ഭാഗം വരെ ഡാം നിറയും എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈമിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ശക്തി അതിഭീകരം തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നല്ലാതെ കൂടുതൽ അഡ്വഞ്ചറായിട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പാറയൊക്കെ ആകെ വഴുക്കലായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴുക്കലിലൂടെയൊക്കെ ചവിട്ടി പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരിക്കലും വീഴില്ല തെന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് കാലെടുത്ത് നോക്കുമ്പോൾ തെന്നിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു മേഖലയാണ്. അപ്പോൾ എല്ലാവരും ഈ മുകളിൽ നിന്ന് കണ്ട് ആസ്വദിക്കുക. എന്താ പറയുക, മദ്യം പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുക. അതൊക്കെ പെട്ടെന്ന് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഈ കല്ലിലൊക്കെ വഴുക്കലുള്ളതുകൊണ്ട്. ഇതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഗുഹാമുഖത്ത് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങണം. മച്ചാമാരെ, അപ്പം നിങ്ങൾക്ക് ഈ അഞ്ചുരുളി ടണലിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗിരീഷ് വെണ്ണല വ്ളോഗ് മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്ത് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകൾക്കും